ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനം ഒരു ഗ്ലാസ് ശർക്കര അരച്ച് നല്ലോണം കേകി വൃത്തിയാക്കി ഉരുക്കിക്കാണ്ട് അരിച്ച് പാർന്ന് വെച്ചതാണ്. കുറച്ച് ചീരുള്ളി ഉണ്ട്, അതിലേക്ക് മാവിലേക്ക് തൂമിച്ച് പാരാനാണ്. ഇത് തേങ്ങ ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. ഇത് വറുത്തിട്ട് മാവിലേക്ക് ഇടാനാണ്. ഇതിന് ഒരു ഗ്ലാസ് അരിയും 2 കയ്യിൽ ചോറും ഇട്ടിട്ടുണ്ട്, 2 ഏലക്കായും. ഇനി ഉപ്പും കൂട്ടി ഈ ശർക്കര ഉരുക്കിയത് അതിലേക്ക് പാർന്ന് നല്ല അടിച്ച് വരട്ടെ, മിക്സിയിൽ അടിച്ച് വരട്ടെ. അപ്പോൾ അരിയൊക്കെ അരച്ച് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ കൊത്ത് നല്ല വറുത്ത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറയാൻ മറന്ന്, വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ചെറിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കാണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മളെ മാവിലേക്ക് ചെറിയുള്ളി തൂമിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്തക്കണ്, തേങ്ങാക്കൊത്ത് വറുത്തിട്ട് കൊടുത്തക്കണ്, വലിയ ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്തക്കണ്, ഉപ്പ് ഇട്ട് പാകാക്കി. ഇനിയൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഉണ്ണിയപ്പം ചൂടാക്കാം. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മളെ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാവൊക്കെ പാർന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ അമർത്തുക. ഉള്ളൊക്കെ നല്ല വെന്ത് ആരെടുത്തെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അസ്സലാമു അലൈക്കും.